കാസർഗോഡ് മേപ്രയിലാണ് കുഞ്ഞു മുഹമ്മദും ഭാര്യ സക്കീനയും താമസിച്ചിരുന്നത്. കുഞ്ഞു മുഹമ്മദിന് 52 വയസ്സും സക്കീനയ്ക്ക് 45 വയസ്സും പ്രായമുണ്ട്. ഇവർക്ക് 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. ഇവരുടെ ജീവിതമെന്ന് പറയുന്നത് തികച്ചും ഒറ്റപ്പെട്ട ഒന്നായിരുന്നു. ഒരൊറ്റ ബന്ധുക്കളോ അയൽവാസികളോ ആയിട്ട് ഇവർക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. മേപ്രയിലെ വീടെന്ന് പറയുന്നത് ഒരു വാടക വീടാണ്. ആ വാടക വീട്ടിൽ വന്ന് നാളിതുവരെ സക്കീന ഒന്ന് ചിരിച്ച അയൽവാസികൾ കണ്ടിട്ടില്ല. ഒരൊറ്റ മനുഷ്യരോട് ഈ സ്ത്രീ ചങ്ങാത്തം കൂടാൻ പോവുകയുമില്ല. എപ്പോൾ നോക്കിയാലും വീട്ടിനകത്ത് തന്നെയാണ്. ഇവർ മാത്രമല്ല, ഇവരുടെ ഭർത്താവായ മുഹമ്മദ് കുഞ്ഞും അങ്ങനെ തന്നെ. പോകെ പോകെ 1-2 ആൾക്കാരുമായിട്ട് സക്കീന ചെറിയൊരു കണക്ഷനൊക്കെ വച്ചിരുന്നു. ആ സ്ത്രീകളുമായിട്ടുള്ള സംസാരത്തിനിടയിൽ അവരിലൊരാൾ സക്കീനയോട് എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു സംശയം ചോദിച്ചു: ഭർത്താവ് എവിടെ, വെളിയിലൊന്നും കാണാനില്ലല്ലോ എന്ന്. സക്കീനയുടെ മുഖത്തെ ചിരിയൊക്കെ മാറി. വളരെ വിഷമത്തോടെ അവരാ സത്യം പറഞ്ഞു: ഭർത്താവിന് ചെറിയ മാനസിക രോഗമുണ്ട്. മാനസിക രോഗിയാണ് എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങാറില്ല, ഇപ്പോൾ ചികിത്സയിലാണ്. കേട്ട അയൽവാസികൾക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് വരെ തോന്നിപ്പോയി. സക്കീനയുടെയും ആ മോൻ്റെയും അവസ്ഥ ആലോചിച്ച് എല്ലാവർക്കും വിഷമം തോന്നി. ശരിയാണ്, സക്കീന പറഞ്ഞത് ശരിയാണ്. മുഹമ്മദ് കുഞ്ഞ് ഒരു മാനസിക രോഗിയാണ്. അയാൾ അതിനുള്ള ചികിത്സയിലാണിപ്പോൾ. ഈ സത്യം പറഞ്ഞ കൂട്ടത്തിൽ സക്കീന ഒരു കാര്യം കൂടി ആ സ്ത്രീകളോട് പറഞ്ഞു: ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇപ്പോൾ ഇല്ല. എന്നാൽ എന്താവശ്യത്തിന് അപ്പുറത്ത് ഉണ്ട് എന്ന് ആ അയൽക്കാർ അവർക്ക് ധൈര്യം കൊടുക്കുകയാണ്. സക്കീനയ്ക്ക് ഏറെ സന്തോഷമായി. ഇങ്ങനെയൊക്കെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ. അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകവെയാണ് അയലോക്കക്കാരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് സക്കീനയുടെ വീട്ടിൽ നിന്നും ഒരു അനക്കവും കേൾക്കാനില്ല. സക്കീനയും മോനെയും പുറത്തെങ്ങും കാണാനും ഇല്ല. സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് സ്കൂളിലും പോകണ്ടേ? ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഴ്ചകൾക്ക് ശേഷം സക്കീന മുറ്റത്ത് നിൽക്കുന്നു. കിട്ടിയ അവസരം കളയാതെ അവർ സക്കീനയുടെ അടുത്തെത്തി. ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു. സക്കീനയുടെ മുഖം ആകെ മാറി. അവരാ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കിയെങ്കിലും ആരെങ്കിലും സത്യം അറിയണ്ടേ എന്ന് കരുതി സക്കീന ആ രഹസ്യം പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ഇങ്ങനെ മിഴിച്ചു നിന്നുപോയി. സക്കീന പിന്നെ ഒന്നും കേൾക്കാനോ പറയാനോ ഒന്നും നിന്നില്ല. അകത്തേക്കൊരൊറ്റ പോക്കായിരുന്നു. എന്തായിരിക്കും സക്കീന പറഞ്ഞ രഹസ്യം? പിന്നീട് എന്താണ് ആ വീട്ടിലുണ്ടായത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഹൈപ്പും തരണേ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. നമുക്ക് ഈ സക്കീനയുടെയും മുഹമ്മദ് കുഞ്ഞിൻ്റെയും ജീവിതത്തിൻ്റെ തുടക്കം മുതലൊന്ന് നോക്കാം. സക്കീന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു. അഷ്ടിക്ക് പോലും വകയില്ലാത്തൊരു കുടുംബം. സക്കീനയെ കൂടാതെ 4 പെൺകുട്ടികൾ വേറെയുണ്ട്. അങ്ങനെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴാണ് മുഹമ്മദ് കുഞ്ഞിൻ്റെ ആലോചന വരുന്നത്. സ്ത്രീധനം ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് വന്ന ആലോചനകളെല്ലാം തെറ്റിപ്പോയി നിൽക്കുമ്പോഴാണ് ഇതൊരെണ്ണം വരുന്നത്. മുഹമ്മദ് കുഞ്ഞിൻ്റെ ആലോചനയുമായി വരുന്നതും സക്കീനയുടെ ഒരു ബന്ധുവാണ്. അയാൾ പറഞ്ഞു: സാധാരണ വന്ന പോലെ അല്ല ഈ ബന്ധം. അവർക്ക് 1 രൂപയോ 1 തരി പൊന്നോ വസ്തുവോ ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി. അവർ ഇങ്ങോട്ട് സ്വർണം കൊണ്ടുവന്നിട്ട് പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോകും. ഇത് കേട്ട് സക്കീനയുടെ കുടുംബം അന്തം വിട്ടു. എന്നാൽ ബാക്കി കാര്യങ്ങൾ ബന്ധു പറയാൻ തുടങ്ങിയതോടെ എല്ലാവരുടെയും വായ അടഞ്ഞു. പയ്യന് ഇട്ടുമൂട സ്വത്തുണ്ട്, പക്ഷേ ഒരു ചെറിയ കുഴപ്പം: അവൻ ഇത്തിരി മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അതും വല്ലപ്പോഴുമൊക്കെ ഉള്ളൂ. മാനസിക നില തെറ്റിയ ഒരാളെ കൊണ്ട് മകളെ കെട്ടിക്കാൻ ആ മാതാപിതാക്കൾ ഒട്ടും തയ്യാറായില്ല. അവരത് വേണ്ടെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ സക്കീനയ്ക്ക് ഒരു എതിർപ്പ് ഇതിലുണ്ടായിരുന്നില്ല. അതിനിപ്പോൾ എന്താ കുഴപ്പം? വലിയ കുഴപ്പമൊന്നുമില്ല എന്നല്ലേ ഇപ്പോൾ അവരും പറയുന്നത്. പിന്നെ അത് സ്നേഹം കൊണ്ടും ചികിത്സ കൊണ്ടും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്, അത്രേ ഉള്ളൂ എന്നാണ് സക്കീന പറഞ്ഞത്. മുഹമ്മദ് കുഞ്ഞിൻ്റെ വീട്ടുകാർ ഇതുപോലൊരു വാക്ക് പെൺകുട്ടിയുടെ വായിൽ നിന്നും വന്നതറിഞ്ഞ് ഇവള് മതി ഞങ്ങളുടെ കുടുംബത്തിന് മരുമകളായി എന്ന് ഉറപ്പിച്ചു. സ്വന്തം വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് സക്കീന മുഹമ്മദ് കുഞ്ഞിൻ്റെ മണവാട്ടിയായിട്ട് ആ വലിയ കൂട്ടുകുടുംബത്തിലെത്തി. നിറച്ച് പൊന്നൊക്കെ കൊണ്ടിട്ടാണ് പയ്യൻ്റെ വീട്ടുകാരി കല്യാണം നടത്തിയത്. ശരിക്കു പറഞ്ഞാൽ സക്കീനയുടെ മനസ്സിലിരിപ്പ് മറ്റൊന്നായിരുന്നു. സ്വന്തം വീട്ടുകാരെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഒക്കെ ഇവള് പറ്റിക്കുകയായിരുന്നു.
സക്കീനയ്ക്ക് എങ്ങനെയെങ്കിലും ദാരിദ്ര്യം പിടിച്ച ആ ഒരു ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയെന്ന അവസ്ഥയിലിരുന്നപ്പോഴാണ് വീണ് കിട്ടിയ ഈ ഒരു ബന്ധം വന്നത്. മുഹമ്മദ് കുഞ്ഞുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഭയങ്കര സൗഭാഗ്യമായിട്ടാണ് സക്കീന കണ്ടത്. മാനസിക രോഗിയാണെങ്കിലും ഇത്രയും സ്വത്തുള്ള ഒരാളല്ലേ, പിന്നെ കുറച്ച് പ്രായക്കൂടുതലും ഉണ്ട്. മുഹമ്മദ് കുഞ്ഞ് മരിച്ചു പോയാലും ഇക്കണ്ട അയാളുടെ സ്വത്തിന് ഭാര്യ എന്ന രീതിയിൽ താൻ അവകാശിയുമാകും. പിന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ബന്ധം കണ്ടുപിടിച്ച് ജീവിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് സക്കീനയുടെ കണക്കൂട്ടലുകൾ. എന്തായാലും മുഹമ്മദ് കുഞ്ഞിൻ്റെയും വീട്ടുകാരുടെയും സ്നേഹവും വിശ്വാസവും ഒക്കെ തഞ്ചത്തിൽ കൂടെ നിന്ന് സക്കീന നേടിയെടുത്തു. കുറച്ച് ദിവസത്തെ അവിടുത്തെ ജീവിതത്തിൽ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, മുഹമ്മദ് കുഞ്ഞിന് വലിയ തകരാറൊന്നുമില്ല എന്ന്. മാത്രവുമല്ല, കൃത്യമായ മരുന്നിൻ്റെയും ചികിത്സയുടെയും ഫലമായിട്ട് അയാളിപ്പോൾ പൂർണ്ണമായിട്ട് ഓക്കെയാണ്. സക്കീനയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഫലമായിട്ടെന്നാണ് മുഹമ്മദ് കുഞ്ഞും വീട്ടുകാരും ഒക്കെ അതിനെ കണ്ടിരുന്നത്. ഇതിനിടയിൽ തന്നെ ഇവർക്ക് ഒരു ആൺകുട്ടിയൊക്കെ ഉണ്ടായി. സക്കീനയ്ക്ക് മനസ്സിലായി, ഇനി ഇങ്ങനെ ഈ കൂട്ടുകുടുംബത്തിൽ നിന്നിട്ട് തനിക്ക് വലിയ നേട്ടമൊന്നും കിട്ടില്ല എന്ന്. അവളുടെ ഒരൊറ്റ ലക്ഷ്യം ആ പാവം മനുഷ്യൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ സ്വന്തം പേരിലോട്ടാക്കണമെന്നതാണ്. മുഹമ്മദ് കുഞ്ഞിൻ്റെ വീട്ടുകാർ ഇങ്ങനെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അതൊന്നും നടക്കുകയില്ല, അതത്ര ഈസിയല്ല. മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തത് ഓരോന്നും പറഞ്ഞു കൊടുത്ത് മുഹമ്മദ് കുഞ്ഞിനെ വീട്ടുകാർക്കെതിരെ തിരിപ്പിച്ച് വിടുകയാണ്. അത് അയാളിൽ വർക്കാകാനും തുടങ്ങി. വീട്ടുകാരുമായിട്ട് നിരന്തരം ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങിയ മുഹമ്മദ് തൻ്റെ ഷെയർ മുഴുവനും തരണമെന്ന് ആവശ്യപ്പെട്ടു. സക്കീനയാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കിയ കുടുംബക്കാർ ഷെയർ എഴുതി കൊടുത്താൽ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതി ആവും മുഹമ്മദ് കുഞ്ഞിന് അർഹതപ്പെട്ട മുഴുവൻ സ്വത്തും അയാളുടെ പേരിലോട്ട് മാറ്റിക്കൊടുത്തു. ഇതുകൊണ്ടും സക്കീന അടങ്ങിയില്ല. അവൾ മുഹമ്മദ് കുഞ്ഞിനെ കൊണ്ട് ഇനി യാതൊരു ബന്ധവുമില്ല നിങ്ങളുമായിട്ടെന്ന് പറയിപ്പിച്ച് ആ വീട്ടിൽ നിന്നും അയാളെയും കൊണ്ട് മേപ്രയിലെ ചന്ദ്രഗിരി പുഴയുടെ അടുത്തുള്ള ഒരു വാടക വീടെടുത്ത് താമസം മാറുകയാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരെ മാത്രമല്ല അവൾ ഒഴിവാക്കിയത്, സ്വന്തം വീട്ടുകാരെയും അടുപ്പിച്ചില്ല. ആർക്കും ഇവരുടെ ജീവിതത്തിലോ ആ വീട്ടിലോ പ്രവേശനം അനുവദിച്ചില്ല സക്കീന. ഭാര്യ പറയുന്നതിനപ്പുറം മുഹമ്മദ് കുഞ്ഞിന് മറിച്ചൊന്നുമില്ല. പതിയെ പതിയെ സക്കീന നല്ല വാക്കൊക്കെ പറഞ്ഞ് അടുത്തുകൂടി അയാളെ കൊണ്ട് കുറേശ്ശെ സ്വത്തുക്കളൊക്കെ സ്വന്തം പേരിലോട്ട് എഴുതി വാങ്ങാൻ തുടങ്ങി. എഴുതി വാങ്ങിച്ചതിൽ ചിലതൊക്കെ വിറ്റ് കാശാക്കാനായിട്ടാണ് പിന്നെ സക്കീന ആലോചിച്ചത്. അങ്ങനെ കുറച്ച് വസ്തുവൊക്കെ വിൽക്കാനായിട്ട് അവൾ ഒരു വസ്തു ബ്രോക്കറെ സമീപിക്കുകയാണ്. ആ വസ്തു ബ്രോക്കറാണ് ഉമ്മർ. ഉമ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം തരികിട പരിപാടികളൊക്കെ കൈവശമുള്ള ഒരു കഥാപാത്രമാണ്. പല ക്രിമിനൽ കേസുകളിലും ഉമ്മർ പ്രതിയുമാണ്. അയാളുമായിട്ട് വസ്തു ഇടപാടിനെ പറ്റി സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്ത് സക്കീന അവിഹിതമായിട്ടുള്ള ഇടപാട് വരെയായി. മുഹമ്മദ് കുഞ്ഞിൻ്റെ സ്വത്ത് വിവരം കേട്ട ഉമ്മറിൻ്റെ കണ്ണും മഞ്ഞളിച്ചുപോയി. എവള് വഴി തനിക്കും സുഖമായിട്ട് ജീവിക്കാം എന്ന് ചിന്തിച്ച ഉമ്മർ ഒരു ഘട്ടത്തിൽ മുഹമ്മദ് കുഞ്ഞിനെ ഇനി സഹിക്കുന്നതിൻ്റെ ആവശ്യമെന്തെന്ന് അവളോട് ചോദിച്ചു. അത് സക്കീനയുടെ മനസ്സിലൊന്നുടക്കി. ശരിയാണല്ലോ, കിട്ടേണ്ടതെല്ലാം കിട്ടി, ഇനി ഇയാളെ കൂടെ കൂട്ടേണ്ട കാര്യം തനിക്കില്ല എന്നാലോചിച്ച സക്കീന ഭർത്താവെന്ന ആ ബാധ്യതയെ എന്നേക്കുമായി ഒഴിവാക്കാൻ തന്നെ കാമുകനുമായിട്ട് തീരുമാനിക്കുകയാണ്. സക്കീനയെ കാണാൻ ഉമ്മർ വരുന്നതും പോകുന്നതും എല്ലാം മുഹമ്മദ് കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാം സ്വന്തം പേരിൽ വാങ്ങിയ ശേഷം ഭാര്യയുടെ ഈ ഒരു മാറ്റം അയാൾ ശ്രദ്ധിച്ചിരുന്നു. സക്കീന ഇപ്പോൾ നേരാവണ്ണം ശ്രദ്ധിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല മുഹമ്മദിനെ. ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അയാളിങ്ങനെ വിഷമിച്ച് ആ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. സ്വത്ത് മുഴുവൻ ഇപ്പോൾ ഭാര്യയുടെ പേരിലുമായി. ഒരു മുറിയിൽ തളയ്ക്കപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. അയൽപക്കക്കാരോട് മാനസിക രോഗിയാണെന്നാണ് സക്കീന പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഉമ്മർ വരുന്ന രാത്രി മുഹമ്മദ് കുഞ്ഞിനെ ഉറക്കി കിടത്താൻ വേണ്ടിയിട്ട് സക്കീന ഉറക്ക ഗുളിയൊക്കെ ഇയാളെ കൊണ്ട് കഴിപ്പിച്ചിരുന്നു. അസുഖം മാറിയാലും പൂർണ്ണമായിട്ടും ഗുളിക നിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇത് ഇയാളെ കഴിപ്പിച്ചിരുന്നത്, അതും നിർബന്ധിച്ചിട്ട്. ഇതിൽ സംശയം തോന്നിയ മുഹമ്മദ് ഒരു ദിവസം ഈ ഗുളിക വായിൽ ഒളിപ്പിച്ച് സക്കീനെ കാണാതെ തുപ്പിയ ശേഷം ഉറക്കം വന്ന് ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. തൊട്ടടുത്ത് അയാൾക്കൊപ്പം കിടന്ന അവള് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭർത്താവ് നല്ല ഉറക്കത്തിലായി എന്ന് കരുതി നേരെ ചെന്ന് ഉമ്മറിന് വാതിൽ തുറന്നു കൊടുത്തു. ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന സത്യാവസ്ഥ അന്നാണ് മുഹമ്മദ് കുഞ്ഞ് തിരിച്ചറിഞ്ഞത്. പിറ്റേ ദിവസം ഭാര്യയോട് താൻ കണ്ട കാര്യങ്ങളും ഇത് തൻ്റെ വീട്ടുകാരോട് പറയുമെന്നൊക്കെ മുഹമ്മദ് പറഞ്ഞു.
സക്കീന കരഞ്ഞ് കാല് പിടിച്ച് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കുകയില്ല എന്ന് അയാളോട് അപേക്ഷിച്ചു. വീണ്ടും ഭാര്യയെ വിശ്വസിച്ച ആ മനുഷ്യൻ അതങ്ങോട്ട് പൊറുക്കാനും തയ്യാറായി. അങ്ങനെ 2018 ജൂലൈ മാസം രാത്രി ഭക്ഷണവും കഴിച്ചിട്ട് മുഹമ്മദ് കട്ടിലിനോട് ചേർന്ന ജനാലയിൽ തലയും ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് ഉറങ്ങിപ്പോയത് അയാൾ അറിഞ്ഞില്ല. അപ്പോഴാണ് സക്കീന ഒരു ഷോൾ എടുത്തുകൊണ്ട് വന്ന് മുഹമ്മദിൻ്റെ കഴുത്തിൽ ഒരു കുരുക്കിട്ട് മുറുക്കുന്നത്. കഴുത്തൊന്ന് മുറുക്കിയ ശേഷം അവൾ ആ ജനാലയെ കൂടി ഷോളിൻ്റെ രണ്ടറ്റവും പുറത്തേക്കിട്ടു. എന്നിട്ട് പുറത്ത് ചെന്ന് ആ ഷോൾ വലിച്ചു മുറുക്കി ഭർത്താവിനെ കൊലപ്പെടുത്തി. ശേഷം മുഹമ്മദിൻ്റെ ബോഡി ഒരു ചാക്കിലാക്കി ആ കട്ടിനടിയിൽ തന്നെ തള്ളിക്കയറ്റി വെച്ചു. 2 ദിവസം ആ മുറി അങ്ങനെ അടച്ചിട്ടുവള്. 10 വയസ്സായ സക്കീനയുടെ മകൻ ചോദിച്ചപ്പോൾ അച്ഛനെ ശല്യം ഉണ്ടാക്കാതിരിക്കാനാണ് ഞാൻ അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം അടിക്കാൻ തുടങ്ങിയതോടെ ഈ കുട്ടി നാറ്റം അടിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം കൂട്ടാൻ തുടങ്ങി. സക്കീനയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഈ കുട്ടിയോട് കാര്യം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകുമെന്നും. സക്കീന മകനെ പിടിച്ചിരുത്തി അവനോട് പറഞ്ഞു, അച്ഛൻ ആരും കാണാതെ ജനാലയിൽ തൂങ്ങി. ഇത് വെളിയിൽ അറിഞ്ഞാൽ അമ്മയെ പോലീസ് പിടിക്കും. ഇതൊക്കെ പറഞ്ഞ് കുട്ടി ഇവള് പേടിപ്പിക്കുകയാണ്. ഇത് കേട്ട് ഭയന്ന കുട്ടി അമ്മയ്ക്കൊപ്പം ചേർന്നു. 10 വയസ്സായ ആ കുട്ടിയുടെയും കൂടെ സഹായത്തോടെ സക്കീന അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം മുഹമ്മദിൻ്റെ ബോഡി ചന്ദ്രഗിരി പുഴയിൽ കൊണ്ടുവന്ന് കളയുകയാണ്. ചാക്കോടെ തള്ളിയിട്ടിട്ട് ആ കൊല്ലാൻ ഉപയോഗിച്ച ഷോളും അവൾ ഒപ്പം കളഞ്ഞു. പിന്നീട് കുറച്ച് ദിവസം ഇവൾ പുറത്തേക്കേ ഇറങ്ങിയില്ല. അങ്ങനെയാണ് കാര്യം അന്വേഷിച്ച അയൽവാസികളോട് ഇവൾ പറയുന്നത്, എൻ്റെ ഭർത്താവ് അസുഖമൊക്കെ മാറിയപ്പോൾ ഒരു പെണ്ണുമായി ഒളിച്ചോടിപ്പോയി എന്നും. എല്ലാവരും ഞെട്ടിയ പോലെ തന്നെ സക്കീനയോട് എല്ലാവർക്കും സഹതാപവും കൂടി. പിന്നീട് സക്കീന ആ വീട് ഒഴിഞ്ഞ് ആ നാട്ടിൽ നിന്നും തന്നെ മകനെയും കൊണ്ട് പോവുകയാണ്. 5 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. സക്കീന ഇപ്പോൾ ഉമ്മറുമായിട്ട് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല, തെളിവുകളെല്ലാം താൻ നശിപ്പിച്ചല്ലോ എന്ന ഒരു സമാധാനത്തിൽ അങ്ങനെ കഴിയുകയാണ്. ഇവർ ഈ കാലയളവിൽ പല സ്ഥലങ്ങളിൽ പല വീടുകളിലായി താമസം മാറി മാറിയാണ് പോകുന്നത്. സക്കീനയുടെ മകൻ ഇപ്പോൾ 15 വയസ്സായി. അപ്പോഴാണ് 2023 കാസർഗോഡ് SP ആയിട്ട് ശ്രീനിവാസൻ എന്നൊരു ഓഫീസർ ചാർജ് എടുക്കുന്നത്. തെളിയാതെ കിടക്കുന്ന കേസുകളുടെ ഫയലുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് മേപ്ര സ്റ്റേഷനിലെ മുഹമ്മദ് കുഞ്ഞിൻ്റെ കേസ് കണ്ടുപിടിക്കുന്നത്. 5 വർഷമായിട്ട് മുഹമ്മദ് കുഞ്ഞെന്നൊരു മനുഷ്യനെ കാണാനില്ലാന്നും പറഞ്ഞ് അയാളുടെ ബന്ധുക്കൾ പരാതിപ്പെട്ടിട്ടും ഇതുവരെയും ആ കേസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് കേസ് അന്വേഷിച്ചവരൊക്കെ ഇതിൻ്റെ പിറകെ പോയെങ്കിലും ഇയാൾ വേറൊരു സ്ത്രീയുമായിട്ട് ഒളിച്ചോടി പോയെന്ന ഒരു വിവരമാണ് ഭാര്യ വഴി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ കേസിൻ്റെ അന്വേഷണം അവിടെ നിന്നു. അത് അന്വേഷിക്കാനായിട്ട് പോലീസ് ഇപ്പോൾ ഇതിലിറങ്ങുകയാണ്. സക്കീന പറഞ്ഞുണ്ടാക്കിയ കഥയും ബാക്കി കുടുംബക്കാർ പറഞ്ഞ സംശയങ്ങളും കൂട്ടി വായിച്ച പോലീസ് സക്കീനയെ തപ്പി ഇറങ്ങി. നാട്ടുകാരുടെ മൊഴിയും എടുത്തിരുന്നു. നാട്ടുകാരിൽ പലരോടും പല കഥയാണ് സക്കീന പറഞ്ഞിരുന്നത്. കുറച്ച് പേരോട് പറഞ്ഞത് ഭർത്താവ് മറ്റൊരു പെണ്ണുമായിട്ട് ഒളിച്ചോടിപ്പോയെന്നാണ്. കുറച്ച് പേരോട് പറഞ്ഞത് അയാൾ എവിടേക്കോ ഇറങ്ങിപ്പോയെന്നാണ്. ചിലരോട് പറഞ്ഞത് മരിച്ചുപോയെന്നാണ്. സക്കീനയും മുഹമ്മദും താമസിച്ചിരുന്ന ആ പഴയ വാടക വീട് ഒന്നുകൂടി പോലീസ് പരിശോധിക്കാൻ ഇറങ്ങി. അപ്പോഴാണ് ആ ജനാലയിൽ ഉണങ്ങിപ്പിടിച്ചിരുന്ന ചോരക്കറ പോലീസ് കണ്ടെത്തുന്നത്. കഴുത്ത് മുറിക്കിയ സമയത്ത് അതിൻ്റെ ജനൽക്കമ്പിയിൽ മുഹമ്മദ് കുഞ്ഞിൻ്റെ താടി ഇടിച്ചൊന്ന് മുറിഞ്ഞിരുന്നു. ആ ചോരപ്പാട് 5 വർഷമായിട്ടും അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ അധികം സമയം വേണ്ടി വന്നില്ല, സക്കീനയുടെ അടുത്ത് പോലീസ് എത്തി. സക്കീന പലതും പറഞ്ഞൊഴിഞ്ഞു മാറിയെങ്കിലും ആ 10 വയസ്സുകാരനെയാണ് പോലീസ് നോട്ടം ഇട്ടത്. അവനിപ്പോൾ 15 വയസ്സായി. കുട്ടിയോട് സൂത്രത്തിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചതോടെ അവൻ ഉണ്ടായതെല്ലാം പറഞ്ഞു. തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും കുട്ടി കൊടുത്ത മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ സക്കീനയെയും ഉമ്മറിനെയും അവൻ 15കാരനെയും പോലീസ് ജയിലിലാക്കി. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.